JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 തസ്തികയിലേക്കുള്ള ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ്. എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് തന്നെ പ്ലേലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് ഇറക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പശു ഏതു തരം ജന്തുവാണ്? പശു ഏതു തരം ജന്തുവാണ്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? പശു ഏത് തരം ജന്തുവാണ്? ഏതാണ്? റൂമിന്റ് അല്ലെ? റൂമിന്റ്. പശു റൂമിന്റ് മൃഗമാണ്. ഇതിന് 4 അറകളുള്ള വയറുണ്ട്. റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അബോമാസം. അപ്പോൾ പശു ഏത് തരം ജന്തുവാണ്? പശു റൂമിനന്റ് മൃഗമാണ്. ഇതിന് 4 അറകൾ ഉള്ള വയറുണ്ട്. റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അബോമാസം. ഓർത്തിരിക്കണം കേട്ടോ, വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം, പശുവിന്റെ വയറ്റിലെ ഏറ്റവും വലിയ ഭാഗം ഏത്? പശുവിന്റെ വയറ്റിലെ ഏറ്റവും വലിയ ഭാഗം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, റൂമൻ ആണ് അല്ലെ? പശുവിന്റെ വയറ്റിലെ ഏറ്റവും വലിയ ഭാഗമാണ് റൂമൻ. റൂമൻ ആണ് ഏറ്റവും വലിയ ഭാഗം. ഭക്ഷണം ആദ്യം ഇവിടെ സംഭരിച്ച് ഫെർമെന്റേഷൻ നടക്കുന്നു. അപ്പോൾ പശുവിന്റെ വയറ്റിലെ ഏറ്റവും വലിയ ഭാഗമാണ് റൂമൻ. അടുത്ത ചോദ്യം, പശുവിന്റെ സാധാരണ ഗർഭകാലം എത്രയാണ്? പശുവിന്റെ സാധാരണ ഗർഭകാലം എത്രയാണ്? എത്രയാണ് പശുവിന്റെ സാധാരണ ഗർഭകാലം? ആർക്കെങ്കിലും അറിയാവോ? എത്രയാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? 280 ദിവസമാണ് അല്ലെ? പശുവിന്റെ ഗർഭകാലം ശരാശരി 280 ദിവസമാണ്. ഓർത്തിരിക്കണം കേട്ടോ. പാലിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് എന്ത്? പാലില് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് എന്ത്? പാലിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് എന്താണ്? കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതാണ്. ഏതാണ് ശരി ഉത്തരം? വെള്ളമാണല്ലേ? പാലിൽ ഏകദേശം 85-87% വെള്ളമാണ്. അപ്പോൾ പാലിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് എന്താണ്? വെള്ളം. പാലിലെ പ്രധാന പ്രോട്ടീൻ ഏത്? പാലിലെ പ്രധാന പ്രോട്ടീൻ ഏതാണ്? അറിയാമോ? ഏതാണ് പാലിലെ പ്രധാന പ്രോട്ടീൻ? കേസീൻ ആണ് അല്ലെ? കേസീൻ ആണ് പാലിലെ പ്രധാന പ്രോട്ടീൻ. പാലിൽ ഏകദേശം 80% പ്രോട്ടീൻ കേസീൻ ആണ്. ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ചോദ്യം, പാലിലെ പ്രധാന കാർബോഹൈഡ്രേറ്റ് ഏത്? പാലിലെ പ്രധാന കാർബോഹൈഡ്രേറ്റ് ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ലാക്ടോസ് ആണ്. പാലിലെ പ്രധാന കാർബോഹൈഡ്രേറ്റ് ലാക്ടോസ് ആണ്. ലാക്ടോസ് ആണ് പാലിലെ പ്രധാന പഞ്ചസാര. പശുവിന്റെ പാലിന് മഞ്ഞ നിറം വരാൻ കാരണം എന്ത്? പശുവിന്റെ പാലിന് മഞ്ഞ നിറം വരാൻ കാരണം എന്ത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? പശുവിന്റെ പാലിന് മഞ്ഞ നിറം വരാൻ കാരണം എന്താണ്? ആലോചിച്ച് നോക്കിയേ. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, കരോട്ടിൻ ആണല്ലേ? കരോട്ടിന്റെ സാന്നിധ്യമാണ് പശുവിന്റെ പാലിന് അല്പം മഞ്ഞ നിറം ഉണ്ടാകും. ഇനി ആരെങ്കിലും പാല് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കാം. അല്പം ഒരു മഞ്ഞ നിറം ഉണ്ടാവും. അത് എന്തുകൊണ്ടാണ്? കരോട്ടിന്റെ സാന്നിധ്യമാണ്. അടുത്ത ചോദ്യം, പാലിന്റെ pH സാധാരണ എത്രയാണ്? പാലിന്റെ pH സാധാരണ എത്രയാണ്? എത്രയാണ്? 6.6 മുതൽ 6.8 വരെ. പാൽ അല്പം ആസിഡിക് സ്വഭാവമുള്ളതാണ്. അപ്പോൾ പാലിന്റെ pH സാധാരണ എത്രയാണ്? 6.8 വരെ. പാലിലെ കൊഴുപ്പ് ശതമാനം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന പരീക്ഷണം. പാലിലെ കൊഴുപ്പ് ശതമാനം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന പരീക്ഷണം ഏതാണെന്നാണ് ചോദിച്ചുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഈ ചോദ്യം കഴിഞ്ഞ ദിവസം വന്നതാണ്. ഏതാണ്? ഗർഭർ ടെസ്റ്റ്. ഗർഭർ ടെസ്റ്റ് ഉപയോഗിച്ച് പാലിലെ ഫാറ്റ് ശതമാനം നിർണ്ണയിക്കുന്നു. ഗർഭർ ടെസ്റ്റ് ഉപയോഗിച്ച് പാലിലെ ഫാറ്റ് ശതമാനം നിർണ്ണയിക്കുന്നു. പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ലാക്ടോമീറ്റർ ഉപയോഗിക്കുന്നത് എന്ത് അളക്കാനാണ്? ലാക്ടോമീറ്റർ ഉപയോഗിക്കുന്നത് എന്ത് അളക്കാനാണ്? എന്തളക്കാനാണ്? സാന്ദ്രത അളക്കാനാണല്ലേ? അപ്പോൾ സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്നത് എന്താണെന്നാണ് കഴിഞ്ഞ ദിവസം ചോദിച്ചത്. അപ്പോൾ ഇന്ന് അത് വേറെ രീതിയിൽ ചോദിച്ചു. ലാക്ടോമീറ്റർ ഉപയോഗിക്കുന്നത് എന്ത് അളക്കാനാണ്? അപ്പോൾ സാന്ദ്രത അളക്കാനാണ്. അപ്പോൾ അങ്ങനെയും ചോദ്യം വരാം. അതുകൊണ്ട് തിരിച്ചും മറിച്ചും ഏത് രീതിയിൽ ചോദ്യം വന്നാലും ഉത്തരം എഴുതാൻ നമ്മൾ പഠിക്കണം. ലാക്ടോമീറ്റർ പാലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി, അതായത് സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ പാലിന്റെ സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്നത്
എന്താണെന്ന് ചോദിച്ചാൽ ലാക്ടോമീറ്റർ ആണെന്ന് പ്രത്യേകം പറയുക. അപ്പോൾ ആ ചോദ്യം തന്നെ തിരിച്ചും ചോദിക്കാം. ലാക്ടോമീറ്റർ ഉപയോഗിക്കുന്നത് എന്തളക്കാനാണ്? അത് അപ്പം ചോദിക്കണം. അപ്പോൾ പറയണം എന്താണ്? സാന്ദ്രത അളക്കാനായിട്ട് ഉപയോഗിക്കുന്നു. സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ സാന്ദ്രത അളക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ തിരിച്ചും മറിച്ചും ചോദിച്ചാലും ഉത്തരം എഴുതാൻ പഠിക്കണം. അടുത്ത ചോദ്യം, കൊളോസ്ട്രം എന്നത് എന്താണ്? കൊളോസ്ട്രം എന്നത് എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. കുഞ്ഞ് ജനിച്ചതിന് ശേഷമുള്ള ആദ്യ പാൽ. കുഞ്ഞ് ജനിച്ചതിന് ശേഷമുള്ള ആദ്യ പാലാണ് കൊളോസ്ട്രം. കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആദ്യ 3-5 ദിവസങ്ങളിൽ ലഭിക്കുന്ന പാല് കൊളോസ്ട്രമാണ്. ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആദ്യ 3-5 ദിവസങ്ങളിൽ ലഭിക്കുന്ന പാലാണ് എന്ത്? കൊളോസ്ട്രം. അപ്പോൾ ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. പാലിൽ കാണുന്ന പ്രധാന ധാതു ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? പാലിൽ കാണുന്ന പ്രധാന ധാതു ഏത്? ഏതാണ്? കാൽസ്യം ആണ് അല്ലെ. കാൽസ്യം അസ്ഥി പല്ല് വികസനത്തിന് സഹായിക്കുന്നു. അപ്പോൾ പാലിൽ കാണുന്ന പ്രധാന ധാതുവാണ് കാൽസ്യം. കാൽസ്യം അസ്ഥി പല്ല് വികസനത്തിന് സഹായിക്കുന്നു. പാലിനെ ചൂടാക്കി രോഗാണുക്കൾ നശിപ്പിക്കുന്ന പ്രക്രിയ. പാലിനെ ചൂടാക്കി രോഗാണുക്കൾ നശിപ്പിക്കുന്ന പ്രക്രിയ കഴിഞ്ഞ ദിവസം ചോദിച്ചതാണ്. ഏതാണ് ഇതിന്റെ ആൻസർ? പാസ്ചറൈസേഷൻ ആണ് അല്ലെ. എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. പല പ്രാവശ്യമായിട്ട് ആവർത്തിച്ച് വരുന്ന ചോദ്യമാണ്. വീണ്ടും ചോദിക്കുന്നു. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. പാസ്ചറൈസേഷൻ വഴി രോഗാണുക്കൾ നശിപ്പിക്കപ്പെടുന്നു, പോഷക ഗുണം കൂടുതലായി നിലനിൽക്കും. അപ്പോൾ പാലിനെ ചൂടാക്കി രോഗാണുക്കൾ നശിപ്പിക്കുന്ന പ്രക്രിയയാണ് പാസ്ചറൈസേഷൻ. പശുവിൽ സാധാരണ കാണുന്ന രോഗം ഏത്? പശുവില് സാധാരണ കാണുന്ന രോഗം ഏത്? പശുവിൽ സാധാരണ കാണുന്ന രോഗം ഏത്? പശുവിനെയൊക്കെ വളർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും പശുവിൽ സാധാരണ കാണുന്ന രോഗം ഏതാണെന്ന്. ഇനി അല്ലാത്ത എല്ലാവരും, പരീക്ഷ എഴുതുന്ന എല്ലാവരും അറിഞ്ഞിരിക്കണം. കാരണം പശുവിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കണം. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് തയ്യാറാക്കിയത്. പശുവില് സാധാരണ കാണുന്ന രോഗം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. ഫൂട്ട് ആൻഡ് മൗത്ത് രോഗം. ഫൂട്ട് ആൻഡ് മൗത്ത് രോഗം, അതായത് ഫൂട്ട് ആൻഡ് മൗത്ത് ഡിസീസസ്, FMD, അതായത് പശുക്കളില് വ്യാപകമായ ഒരു വൈറസ് രോഗമാണ് ഈ ഫൂട്ട് ആൻഡ് മൗത്ത് രോഗം എന്ന് പറയുന്നത്. പശുവില് സാധാരണയായി കാണുന്ന രോഗമാണ് ഫൂട്ട് ആൻഡ് മൗത്ത് രോഗം. പാലിന്റെ ശുദ്ധി പരിശോധിക്കാൻ കോപ്പ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത് എന്തിന്? പാലിന്റെ ശുദ്ധി പരിശോധിക്കാൻ കോപ്പ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. ആസിഡിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. കോപ്പ് ടെസ്റ്റ് പാലിന്റെ അമ്ലത്വം കൂടുതലാണോ എന്ന് പരിശോധിക്കുന്നു. അടുത്ത ചോദ്യം, പശുവിന്റെ ശരീര താപനില സാധാരണ എത്രയാണ്? പശുവിന്റെ ശരീര താപനില സാധാരണ എത്രയാണ്? എല്ലാവരും പശുവിനെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ പശുവിന്റെ ശരീര താപനില എത്രയാണ് എന്നതിനെ കുറിച്ച് ആർക്കും വ്യക്തമായ ധാരണ ഉണ്ടാവില്ല അല്ലെ. പശുവിന്റെ ശരീര താപനില സാധാരണ എത്രയാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? 38-39 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ. 38-39 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആരോഗ്യവാനായ പശുവിന്റെ സാധാരണ ശരീര താപനില 38 മുതൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ചോദ്യം, പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന വിറ്റാമിൻ ഏത്? പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന വിറ്റാമിൻ ഏതാണ്? 4 വിറ്റാമിൻ ഉണ്ട്. ഏത് വിറ്റാമിൻ ആണ് പാലിൽ അടങ്ങിയിരിക്കുന്നത്? ആർക്കൊക്കെ അറിയാം? പറഞ്ഞേ, ഏതാണ്? വിറ്റാമിൻ എ ആണല്ലേ. പാലിൽ വിറ്റാമിൻ എ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു. ഇത് കാഴ്ചയ്ക്കും പ്രതിരോധ ശേഷിക്കും സഹായിക്കുന്നു. പാലിലെ കൊഴുപ്പ് ഗോളങ്ങൾ ചെറുതാക്കുന്ന പ്രക്രിയ. പാലിലെ കൊഴുപ്പ് ഗോളങ്ങൾ ചെറുതാക്കുന്ന പ്രക്രിയ. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഹോമോജനൈസേഷൻ. പാലിലെ കൊഴുപ്പ് ഗോളങ്ങൾ ചെറുതാക്കുന്ന പ്രക്രിയയാണ് ഹോമോജനൈസേഷൻ. ഹോമോജനൈസേഷൻ വഴി കൊഴുപ്പ് ഗോളങ്ങൾ ചെറുതായി വിതരണമായി നിലനിൽക്കും. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കുക, ഹോമോജനൈസേഷൻ വഴി കൊഴുപ്പ് ഗോളങ്ങൾ ചെറുതായി വിതരണമായി നിലനിൽക്കും. പശുവിന് ദിവസവും ആവശ്യമായ പ്രധാന പോഷക ഘടകം ഏത്? പശുവിനെയൊക്കെ വളർത്തുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം പശുവിന് ദിവസവും ആവശ്യമായ പ്രധാന പോഷക ഘടകം ഏതാണെന്നുള്ള കാര്യം.
പക്ഷേ എല്ലാവരും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം പശുവിന് ദിവസവും ആവശ്യമായ പ്രധാന പോഷക ഘടകം ഏതാണെന്ന്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ഫൈബർ ആണല്ലേ. റൂമിന്റെ മൃഗമായ പശുവിന് ജീർണത്തിനായി ഫൈബർ സമൃദ്ധമായ തീറ്റ ആവശ്യമാണ്. അപ്പോൾ പശുവിന് ദിവസവും ആവശ്യമായ പ്രധാന പോഷക ഘടകമാണ് ഏത്? ഫൈബർ. ഓർത്തിരിക്കണം കേട്ടോ. പാലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി സാധാരണ എത്രയാണ്? പാലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി സാധാരണ എത്രയാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, 1.026 മുതൽ 1.032. സാധാരണ പശുവിന്റെ പാലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1.026 മുതൽ 1.032 ആണ്. പാലിൽ നിന്നുള്ള പാൽപ്പൊടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രീതി. പാലിൽ നിന്നുള്ള പാൽപ്പൊടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രീതി ആർക്കൊക്കെ അറിയാം? ശരി ഉത്തരം 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? സ്പ്രേ ഡ്രൈയിങ് ആണ് അല്ലെ. സ്പ്രേ ഡ്രൈയിങ് ആണ് പാലിൽ നിന്നുള്ള പാൽപ്പൊടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രീതി. പാൽ സ്പ്രേ ഡ്രയറിൽ ചൂടുവായുവിൽ ഉണക്കി പാൽപ്പൊടി ഉണ്ടാക്കുന്നു. അത് പ്രത്യേകം ഓർത്തിരിക്കുക. പാൽ സ്പ്രേ ഡ്രയറിൽ ചൂടുവായുവിൽ ഉണക്കി പാൽപ്പൊടി ഉണ്ടാക്കുന്നു. പശുവിന്റെ പാലില് കൊഴുപ്പ് ശരാശരി എത്ര ശതമാനമാണ്? പശുവിന്റെ പാലില് കൊഴുപ്പ് ശരാശരി എത്ര ശതമാനമാണ്? എത്ര ശതമാനമാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, 3 മുതൽ 4% വരെ അല്ലെ. പശുവിന്റെ പാലിൽ സാധാരണ 3-4% വരെ ഫാറ്റ് കാണപ്പെടുന്നു. പ്രത്യേകം ഓർത്തിരിക്കുക. പാലിൽ നിന്നുള്ള തൈര് ഉണ്ടാകുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ്? കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതാണ്. ആരൊക്കെ ഓർക്കുന്നുണ്ടെന്ന് നോക്കിയേ. പാലിൽ നിന്നുള്ള തൈര് ഉണ്ടാകുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, ഫെർമെന്റേഷൻ ആണല്ലേ. ലാക്ടോസ് ബാക്ടീരിയയുടെ സഹായത്തോടെ ലാക്ടിക് ആസിഡായി മാറുന്നു. ഇതുവഴിയാണ് തൈര് ഉണ്ടാകുന്നത്. അപ്പോൾ പാലിൽ നിന്നുള്ള തൈര് ഉണ്ടാകുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ്? ഫെർമെന്റേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. പശുവിന്റെ പാലിൽ നിന്ന് നെയ്യ് ലഭിക്കുന്നത് ഏത് ഘടകത്തിൽ നിന്നാണ്? പശുവിന്റെ പാലിൽ നിന്നും നെയ്യ് ലഭിക്കുന്നത് ഏത് ഘടകത്തിൽ നിന്നാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, കൊഴുപ്പ്. കൊഴുപ്പിൽ നിന്നാണല്ലേ. അപ്പോൾ പാലിലെ ഫാറ്റ് വേർതിരിച്ച് വെണ്ണ ഉണ്ടാക്കി അത് ചൂടാക്കി നെയ്യ് ലഭിക്കുന്നു. അപ്പോൾ പശുവിന്റെ പാലിൽ നിന്ന് നെയ്യ് ലഭിക്കുന്നത് കൊഴുപ്പ് ഘടകത്തിൽ നിന്നാണ്. പ്രത്യേകം ഓർത്തിരിക്കുക, കൊഴുപ്പ് ഘടകത്തിൽ നിന്നാണ്. അടുത്ത ചോദ്യം. പശുവിന്റെ പാലുൽപാദനം നിയന്ത്രിക്കുന്ന പ്രധാന ഹോർമോൺ. പശുവില് പാലുൽപാദനം നിയന്ത്രിക്കുന്ന പ്രധാന ഹോർമോൺ ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? പശുവില് പാലുൽപാദനം നിയന്ത്രിക്കുന്ന പ്രധാന ഹോർമോൺ ഏതാണ്? പ്രോളാക്റ്റിൻ ആണല്ലേ. പ്രോളാക്റ്റിൻ. അത് ഓർത്തിരിക്കുക. പ്രോളാക്റ്റിൻ ഹോർമോൺ ആണ് പാലുൽപാദനം പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ പശുവില് പാലുൽപാദനം നിയന്ത്രിക്കുന്ന പ്രധാന ഹോർമോൺ ആണ് പ്രോളാക്റ്റിൻ. ഓർത്തിരിക്കണം. പ്രോളാക്റ്റിൻ പ്രധാനപ്പെട്ടതാണ്. ഓർത്തിരിക്കണം. അടുത്ത ചോദ്യം. പശുവില് പാൽ പുറത്തേക്ക് ഇറക്കാൻ സഹായിക്കുന്ന ഹോർമോൺ. പശുവില് പാൽ പുറത്തേക്ക് ഇറക്കാൻ സഹായിക്കുന്ന ഹോർമോൺ. പശുവിന്റെ ഉള്ളവർക്കൊക്കെ അറിയാം, പാൽ കറക്കുന്നതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ. അകിടിൽ നിന്ന് ചുരുത്തുന്ന പാല് ചുരുത്തുന്നൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പക്ഷെ അത് എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഇറക്കാൻ സഹായിക്കുന്ന ഹോർമോൺ, പശുവില് പാല് പുറത്തേക്ക് ഇറക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് എന്ന് പലർക്കും അറിയാൻ സാധിക്കില്ല അല്ലെ. പക്ഷെ എല്ലാവരും ഇത് പശുവിനെ പാല് കറക്കുന്നൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ ഫാമിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ കാണാം അല്ലെ. പശുവിനെ കറക്കുമ്പോൾ രാവിലെ വൈകിട്ടൊക്കെ പശുവിനെ കറക്കുന്ന അവസരത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ പശുവില് പാല് പുറത്തേക്ക് ഇറക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് പലർക്കും അറിയത്തില്ല. അപ്പോൾ അത് ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓക്സിറ്റോസിൻ ആണ് അല്ലെ. പശുവില് പാൽ പുറത്തേക്ക് ഇറക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ ഹോർമോൺ പാൽ പുറന്തള്ളൽ, മിൽക്ക് ലെറ്റ് ഡൗൺ നടത്തുന്നു. ഓർത്തിരിക്കണം. ഓക്സിറ്റോസിൻ ഹോർമോണ് പാൽ പുറന്തള്ളൽ, മിൽക്ക് ലെറ്റ് ഡൗൺ നടത്തുന്നു. പ്രത്യേകം ഓർത്തിരിക്കുക. പാലിന്റെ
അമ്ലത്വം കൂടുതലായാൽ എന്തു സംഭവിക്കും? പാലിന്റെ അമ്ലത്വം കൂടുതലായാൽ എന്ത് സംഭവിക്കും? എന്താണ് സംഭവിക്കുന്നത്? പാൽ കട്ട പിടിക്കും അല്ലെ? പാലിന്റെ അമ്ലത്വം കൂടുതലായാൽ പാല് കട്ട പിടിക്കും. അമ്ലത്വം കൂടുമ്പോൾ പാൽ കട്ട പിടിക്കുകയും പുളിക്കുകയും ചെയ്യും. പശുവിന്റെ ശരാശരി ആയുസ് എത്ര വർഷമാണ്? ആർക്കെങ്കിലും അറിയാവോ പശുവിന്റെ ശരാശരി ആയുസ് എത്ര വർഷമാണ് എന്ന്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? 15 മുതൽ 20 വർഷം വരെയാണ് പശുവിന്റെ സാധാരണ ശരാശരി ആയുസ്. സാധാരണ പശുവിന്റെ ആയുസ് 15 മുതൽ 20 വർഷം വരെയാണ്. പ്രത്യേകം ഓർത്തിരിക്കുക. പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണ്? കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കളാണ് കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ്. അസ്ഥി വികസനത്തിനായിട്ട് കാൽഷ്യവും ഫോസ്ഫറസും പ്രധാനമാണ്. പാലിൽ നിന്നുള്ള വെണ്ണ ഉണ്ടാക്കുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ്? പാലിൽ നിന്നുള്ള വെണ്ണ ഉണ്ടാക്കുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, ചർണിങ്. ഓർത്തിരിക്കണം കേട്ടോ, ചർണിങ് ആണ് അല്ലെ. ക്രീം ചർണിങ് ചെയ്താണ് വെണ്ണ ലഭിക്കുന്നത്. ക്രീം ചർണിങ് ചെയ്താണ് വെണ്ണ ലഭിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.